നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ചരിത്രത്തിൽ ആദ്യമായിട്ട് കറബാവോ കപ്പിൽ ന്യൂക്കാസിൽ യുണൈറ്റഡ് മുത്തമിട്ടല്ലോ. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവരൊരു കിരീടം സ്വന്തമാക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വെംബ്ലിയിൽ ഇന്നലെ അവർ ആ കിരീടം ചൂടിയത്. അവരുടെ ടീമിൻ്റെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിച്ച രണ്ട് ബ്രസീലിയൻ താരങ്ങളുണ്ട്. ബ്രൂണോ ഗുയിവേറസും ജോയലിൻ്റനും. ഞാൻ ഓർക്കുന്നു ജോയലിൻ്റനൊക്കെ ന്യൂക്കാസിലേക്ക് എത്തിയ ഘട്ടത്തിലുണ്ടായിരുന്ന വിമർശനങ്ങൾ. ഒരിക്കലും ന്യൂക്കാസിലിന് വേണ്ടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല, വളരെ വേസ്റ്റ് ആയിട്ടുള്ള സൈനിങ് ആണ് എന്നൊക്കെ. ഇപ്പോൾ എന്തായി? ന്യൂക്കാസിലിൻ്റെ വിജയത്തിൽ ഫണ്ടമെൻ്റൽ എന്ന് പറയാവുന്ന പെർഫോമൻസാണ് അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ളത്. നോക്കാം നമുക്ക് അവരുടെ ഒരു പ്രകടനം. ഇപ്പോൾ ബ്രൂണോ ഗുയിമേറസ് ന്യൂക്കാസിൽ താരങ്ങളെ മൊത്തം എടുത്താൽ 2024-25 അദ്ദേഹം ഡ്യുവലിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ്, 236 എണ്ണം. ടാക്കിളിൻ്റെ കാര്യത്തിൽ ടീമിൽ ഒന്നാമത് അദ്ദേഹമാണ്, 72 എണ്ണം. ഏറ്റവും അധികം തവണ ഫൗളിന് വിധേയനായ താരവും അദ്ദേഹമാണ്, 115 തവണ. ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ ഒന്നാമത് അദ്ദേഹമാണ്, 12 എണ്ണം. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടാമത് അദ്ദേഹമാണ്, 8 എണ്ണം. ഡിസിസീവ് പാസുകൾ, അതായത് കീ പാസുകളുടെ കാര്യത്തിൽ രണ്ടാമത് അദ്ദേഹമാണ്, 45 എണ്ണം. ബോൾ റിക്കവറീസിൻ്റെ കാര്യത്തിൽ രണ്ടാമത് അദ്ദേഹമാണ്, 168 എണ്ണം. ബോൾ കൊണ്ട് എതിരാളികളുടെ മേഖലയിലേക്ക് കടന്നു കയറിയ മൊത്തം കണക്കുകളൊക്കെ എടുക്കുമ്പോൾ ബോൾ ടച്ചസിൻ്റെ കാര്യങ്ങൾ, ബോൾ ആക്ഷൻസിൻ്റെ കാര്യത്തിലെടുത്താൽ അദ്ദേഹം രണ്ടാമതാണ്, 2269 എണ്ണം. ലോങ് ബോൾസ് കൊടുത്തതിൽ അദ്ദേഹം രണ്ടാമതാണ്, 88 എണ്ണം. സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങിൽ അദ്ദേഹം രണ്ടാമതാണ്, 35 എണ്ണം. ടീമിന് എത്രത്തോളം പ്രധാനപ്പെട്ട പ്രകടനമാണ് നടത്തിയത് എന്ന് തെളിയിക്കുന്ന കണക്കാണത്. ഇന്നലെ ലിവർപൂളിനെതിരെ വിജയിച്ച് കയറുമ്പോൾ ജോയലിൻ്റിൻ്റെ ഒരു പ്രകടനം നോക്കുക. ന്യൂക്കാസിൽ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ. ജോയലിൻ്റിൻ്റെ പ്രകടനം 13 ഡ്യുവൽസിൽ 9 എണ്ണം അദ്ദേഹം വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഫസ്റ്റാണ് ആ ഗെയിമിൽ. 4 ഫൗൾസ് അദ്ദേഹം സഫർ ചെയ്തു. അദ്ദേഹമാണ് ഏറ്റവും അധികം ഫൗൾ സഫർ ചെയ്ത താരം. 7 ഡിഫൻസീവ് വർക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. 3 ടാക്കിളുകൾ ഗെയിമിൽ അദ്ദേഹം മൂന്നാമതാണ്. ബോളുമായിട്ട് 42 ആക്ഷൻസ് ഗെയിമിൽ അദ്ദേഹം മൂന്നാമതാണ്. 25 പാസുകളിൽ 18 എണ്ണം ലക്ഷ്യത്തിലേക്ക്. സോ ആ കാര്യത്തിൽ ടീമിൽ രണ്ടാമതാണ്. സോ ടീമിന് വേണ്ടി ഏറ്റവും അധികം മികവ് കാണിച്ച, അവരുടെ വിജയത്തിൻ്റെ അടിത്തറ പാകിയ രണ്ട് ബ്രസീലുകാരാണ്. തീർച്ചയായിട്ടും ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ കരുത്താണ് ഈ ബ്രസീലിയൻ താരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ടുവരാം.